hello. കുറേ റിക്വസ്റ്റ് ഉണ്ടായി ചേച്ചി ഒന്ന് ലൈവ് വരാമോ വർക്കിന്റെയും കുറെ വേറെ കാര്യങ്ങളുടെയൊക്കെ ആയിട്ട് കുറെ തിരക്കിലാണ്. തിങ്കളൊക്കെ ഫുൾ ടയർഡായിട്ട് ഒച്ചുപോലും അവളുടെ വരാറില്ല. എന്നാ പോലും നിങ്ങളോട് എടുക്ക് വന്ന് ഹലോ ദീപ, ഐ എം യു ബിഗ് ഫാൻ. താങ്ക് യു. ഫാനിനെക്കാട്ടും പറയേണ്ടത് ഐ എം യു ബിഗ് ഫാമിലി. ഹലോ ബിൻസു. ഹലോ എവ്രി വൺ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ബാക്ക് ടു നോർമൽ. എല്ലാം ഓപ്പണിംഗ് ആയി, ഷോപ്സ് ഒക്കെ ഓപ്പൺ ആയി, വർക്ക് ഒക്കെ എല്ലാവരുടെയും വർക്ക് ഫ്രം ഹോം ഇനി അത് കൂടുതലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ചിലർക്ക് വെക്കേഷൻ ആയിരിക്കും, ചിലർക്ക് കോളേജിലേക്ക്, ചിലർക്ക് നെക്സ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഉള്ള തിരക്കൊക്കെ ആയിരിക്കും. ഹലോ ജെനി, ഹലോ അഞ്ജലി, ഗുഡ് ഈവനിങ്. ഹലോ. ഈ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഞാൻ അധികം ഒന്നും ഇതിനകത്ത് ഇതിനെ തൊടാറില്ല. മമ്മി ഉണ്ടാക്കിയ എണ്ണയും കറക്റ്റ് ആയിട്ടുള്ള ഷാംപൂ, പിന്നെ കൂടുതൽ നേരം കെട്ടി വെക്കുക. അതാണ് പിക്ചേഴ്സിനും വീഡിയോസിനും മാത്രം ഓപ്പൺ ആക്കുക. പാന്തർ 1221 പപ്പായെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ട്. ഓരോ നിമിഷവും ചെയ്യുന്നുണ്ട്. കാരണം എന്ത് ചെയ്താലും അത് പപ്പ പഠിപ്പിച്ചതാണല്ലോ. ചായ ഉണ്ടാക്കുമ്പോൾ പപ്പ പറയും അറേ ചായ തോ ദേദോ. അപ്പം പപ്പ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ പപ്പായിട്ട് എപ്പോഴും ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. മനസ്സ് പെട്ടെന്ന് വിളിക്കുമ്പം വിളി കേൾക്കാനില്ലല്ലോ എന്ന് ഓർക്കുമ്പം യെസ്, ഇറ്റ് ഈസ് നോട്ട് ഈസി. ഹായ് ചേച്ചി, ഹലോ എവ്രി വൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എന്റെ പ്രൊഫൈലിൽ വന്ന് നിങ്ങൾ എന്നോട് വിശേഷങ്ങൾ ചോദിക്കുക. ഞാൻ എന്തെല്ലാം ചെയ്യാൻ പോകുന്നു, എന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്. നിങ്ങളോട് ഇടയ്ക്ക് വന്ന് എന്റെ ഫേസ് കാണിച്ചില്ലേ പറയും ചേച്ചി ഞങ്ങളെ മറന്നുപോയി. ചേച്ചി ഒരിക്കലും നിങ്ങളെ മറക്കൂല. ഡിംപി ഒരിക്കലും മറക്കൂല. ആദ്യം സത്യം പറഞ്ഞാല് എന്നെ ആരെങ്കിലും എന്റെ പേര് ഡിംപിൾ അല്ലാതെ എന്തെങ്കിലും വിളിക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എപ്പോഴും കറക്റ്റ് ആകും ഡിംപിൾ എന്ന് വിളിക്കാൻ. പക്ഷേ എന്റെ അത്രയും അടുത്തുള്ളവർ മാത്രമേ എന്നെ ഡിംപു ഇമ്പു എന്നൊക്കെ വിളിക്കാറുള്ളൂ. പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഐ ലവ് യു. എന്റെ ബ്യൂട്ടി ടിപ്പ് ഒന്നും അല്ല, ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്റർ ആണ് എന്റെ ബ്യൂട്ടി ടിപ്പ്. ഞാൻ ഭയങ്കര മടിച്ചാ, ഫേസിലധികം ചെയ്യാറില്ല. എന്തെങ്കിലും അവിടെ ബിഗ് ബോസ് വീട്ടിലാണെങ്കിൽ പോലും തിങ്കൾ അയച്ചു തരുന്ന ഓരോ സാധനം പകുതി എനിക്കറിയത്തില്ല. പക്ഷെ അതിനകത്ത് വായിച്ച് ഞാനത് യൂസ് ചെയ്യായിരുന്നു. കാരണം അവിടുത്തെ ക്ലൈമറ്റും വാട്ടറൊക്കെ ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ സ്കിന്നൊക്കെ ഭയങ്കര റഫായിരുന്നു. ഇവിടെ കൊച്ചിയിൽ അത്രയും പ്രശ്നമൊന്നുമില്ല. ഒരു ഫേസ് മിസ്റ്റ് മാത്രം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഡാബർ ഗുലാബ് ജൽ നല്ലതാ ഫേസ് വാഷ് ചെയ്ത്. നമ്മുടെ ഓരോ ഫേസ് ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് വാങ്ങിക്കുക, എന്നിട്ട് ഫേസ് മിസ്റ്റ് യൂസ് ചെയ്യും. ഡാബർ ഗുലാബ് ജൽ, അതിൻ്റെ ഗുലാബ് ജൽ. ഹലോ എവ്രി വൺ. ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, റിപ്ലൈ തരുമോ ഇൻസ്റ്റാഗ്രാമിൽ? സെഹന ആയിഷ. ഓക്കെ, ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴും ഫെബ്രുവരിയിൽ എനിക്ക് തോന്നുന്നത് ആദ്യം മെസ്സേജ് അയച്ച കുട്ടികൾക്ക് പോലും എനിക്ക് റിപ്ലൈ അയക്കാൻ എത്തിയിട്ടില്ല. കാരണം ആദ്യം വരുന്ന കുറച്ച് മെസ്സേജസ് ആയിരിക്കും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കയറി റിപ്ലൈ അയക്കുക. എപ്പോഴും ലാസ്റ്റത്തെ മെസ്സേജ് ലാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് മനസ്സിലായി. സോ വാട്ട് ഐ എം ട്രൈങ് ഇസ്, ഞാൻ ആദ്യം ലാസ്റ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തുടങ്ങുവാണ് റിപ്ലൈ. ബിക്കോസ് ദേ ഡിസേർവ്. അവർ കുറേ ആയി വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് ചിലർക്ക് ഞാൻ കമന്റ് ബോക്സിലായിരിക്കും, ചിലർക്ക് ഞാൻ യൂട്യൂബിലായിരിക്കും, ചിലർക്ക് ഞാൻ ഫേസ്ബുക്കിലായിരിക്കും, ചിലർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും, ചിലർക്ക് ഞാൻ ഇൻബോക്സിലായിരിക്കും. അപ്പം എല്ലാ സ്ഥലത്തും മെസ്സേജിന്റെ റിപ്ലൈ അയക്കാൻ പാടായിരിക്കും. കാരണം ഒരു പ്രാവശ്യം പോലും റിപ്ലൈ അയക്കാത്ത കുട്ടികളുണ്ട്. എനിക്ക് അവർക്കും റിപ്ലൈ അയക്കണം. ഓക്കെ. പിന്നെ ഒരു പ്രാവശ്യവും പല പ്രാവശ്യമായിട്ട് ഞാൻ എല്ലാവർക്കും മാക്സിമം റിപ്ലൈ ചെയ്യാറുണ്ട്. ഐ ട്രൈ ദാറ്റ് നോട്ട് ടു അവോയ്ഡ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ റിപ്ലൈ തരുന്നുണ്ട്. മെസ്സേജ് ഒരു പ്രാവശ്യം പോലും റിപ്ലൈ കിട്ടാത്ത കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം, കുറച്ച്. ഓക്കെ, പക്ഷെ എനിക്ക് റിപ്ലൈ. ഹലോ ജ്വല അയ്യോ സത്യവാങ്മൂലം നമ്മൾ മലയാളത്തിൽ തന്നെ എഴുതാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയാലും കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. അപ്പം
ഷേർലി ടീച്ചറിന് സന്തോഷമാവും ഞാൻ മലയാളത്തിൽ എഴുതുമ്പോൾ. ഹലോ രഞ്ജിത്ത് ശ്രീജിത്ത്, ഡിംപു സിസ് ഹായ് തിരുവൂർ സ്മൈൽ. രഞ്ജിത്ത് ശ്രീജിത്ത് എന്നാണ് ഏറ്റവും കൂടുതൽ മെസ്സേജിന്റെ റിപ്ലൈ കിട്ടുന്നത്. എന്നിട്ടും ഷി ഓൾവേസ് വോണ്ട് റിപ്ലൈ. ഹായ് ടിംപു ചേച്ചി, ഹലോ എവ്രി വൺ. ഇതുവരെ കിട്ടിയിട്ടില്ല, സത്യം പറയുവാണെങ്കിൽ വരട്ടെ, ഞങ്ങൾക്ക് കൊറിയർ കിട്ടുമായിരിക്കും സൂൺ. ലവ് യു ലോട്ട് ഹസീന, താങ്ക് യു സോ മച്ച്. ഒരു ഹായ് പറയാമോ? ദിൽന സുജിത്, പിന്നെ ആരാ ഗായത്രി, ഇതുവരെ കിട്ടിയിട്ടില്ല. ഹലോ ഹലോ ഹലോ, ഒരു ഹായ് പറയാമോ? എല്ലാവർക്കും ഹായ് ഹലോ ഒക്കെ പറയാം. അവിടുത്തെ വിശേഷങ്ങൾ പറ. അവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ടോ? ഇവിടെ രാവിലെയാണ് കൂടുതൽ മഴ പെയ്യുന്നത്. ഇപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് വന്നു. കമ്മിങ് അപ്പ് കമ്മിങ് അപ്പ് കമ്മിങ് അപ്പ്, അത് നിങ്ങൾ ഇപ്പൊ പറയുന്നില്ല. കമ്മിങ് അപ്പ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കുറച്ച്. അതിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ ഷോപ്പ് ചെയ്യാൻ പോയിട്ട് ഉണ്ടായി അഖിലിന്റെ കൂടെ. ആൻഡ് ഡ്രീം സോളോ ഡ്രീമർ കുറെ മെസ്സേജ് അയച്ചിട്ട് തന്നില്ലല്ലോ. ഞാൻ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഹലോ ഹലോ അഞ്ജു, ഹായ് ചേച്ചി, ഞാൻ 1 ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ ഒരുപാട് സന്തോഷിക്കുന്ന. ഐ ലവ് യു. അത് മതി, അത് മതി, അത് മതി. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് കരുതുന്നു. കൃഷ്ണ, ശ്രുതി ചേച്ചി, അൽഫിയ, നീതു, അഭിനവ്, മിസ്റ്റർ ഡ്രീമർ, ഭാഗ്യലക്ഷ്മി, വി മിസ് യു. ഐ മിസ് യു ടു. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടല്ലേ ഞാനും ഇങ്ങനെ എടുക്കുവായിരുന്നേ. അല്ലെങ്കിൽ പറ, ഞാൻ മിസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിന്റെ ഡ്രസ് പോലും മാറിയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. സോ നിങ്ങളെ ഞാൻ മിസ് ചെയ്യുന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്ക് വരുന്നതും. യുനോ ഇൻസ്റ്റാഗ്രാമിലും ഇടയ്ക്കിടയ്ക്ക് കയറി ട്രാവൽ ചെയ്യുമ്പം ചിലപ്പം യുനോ അവിടെ ഡെസ്റ്റിനേഷൻ എത്തുന്നിടം വരെ വേഗമൊക്കെ റിപ്ലൈ ചെയ്യുക, കമന്റ് ചെയ്യുക. ഐ ജസ്റ്റ് ലവ് യു, യുനോ, ആൻഡ് ഐ ലവ് യു ബാക്ക്. പിന്നെന്താണ്? മലയാളം അടിപൊളി ഡിംപി, താങ്ക് യു സോ മച്ച്. പ്ലീസ് ചൈതന്യ, കിങ്ങിണി പൂവേ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ലക്ഷ്മി മോഹൻ, ലവ് യു. @ബിബിൻ, ഐ ലവ് യു ടു. ഹായ് ചേച്ചി, ഹേ 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 ഹേ. ഡിംപി ചേച്ചി, ഐ ലവ് യു. വീട് എവിടെയാണ്? വീട് എവിടെയാണ്? വീട് വെച്ച സ്ഥലത്തുണ്ട്. വീട് ഭൂമിയിലുണ്ട്. വീട് ഇപ്പൊ എന്റെ വീടല്ല ഇത്, ആക്ച്വലി എന്റേതല്ല ഇത്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ റെന്റിനാണ്. ഞങ്ങളുടെ അടിപൊളി, ഞങ്ങളുടെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ലാൻഡ് ലോർഡാണ് ട്വിങ്കിൾ. ഷീ ഈസ് വെരി സ്വീറ്റ്. അവരുടെ വീടാണിത്. ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് ഇപ്പൊ തൽക്കാലം, എറണാകുളം. പിന്നെ എന്റെ മൈൻഡ് ആക്കില്ല എന്ന് നാഗവല്ലി. ഞാൻ മൈൻഡ് ആക്കാതെ ഇരിക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ മൈൻഡ് ആക്കുന്ന ആൾക്കാരാണ് പറയുന്നത് എന്റെ മൈൻഡ് ആക്കുന്നില്ല. ഞാൻ എന്താ പറയുക? നോ കമന്റ്സ്, നോ കമന്റ്സ്. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. സത്യം പറയട്ടെ, ഇതാണ് അവസ്ഥ. എല്ലാവരും കാണാം. ഫിനാലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫിനാലെ വരെ കുറെ ഗ്യാപ്പ് ഉണ്ടായി. എല്ലാവരും ആർട്ടിസ്റ്റാണ്, എല്ലാവർക്കും വർക്ക് ഉണ്ട്, എല്ലാവരും ജോബ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായി. അപ്പോൾ എല്ലാവരും ബാക്ക് ടു വർക്കിലേക്ക് യുനോ ബൂം എന്ന് പറഞ്ഞിട്ട് ഫിനാലെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ബിസിയാണ്. അതുകൊണ്ട് I think everyone is doing very well in their own profession. അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നു അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ. കാരണം എല്ലാവരും whatever happens, we all came with a reason അല്ലേ? എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പീപ്പിൾ അക്സെപ്റ്റേഴ്സ്. എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്ക്, അവനോന്റെ ഫീൽഡ് വർക്ക് എല്ലാം ആകാ, യുനോ. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വർക്ക്ഡ് ഔട്ട്. അപ്പം ഞാൻ എൻ്റെ അറിവിൽ എല്ലാവരും ഭയങ്കര ബിസിയാണ് ഇൻ ദർ പ്രോജക്റ്റ്, അപ്കമിങ് പ്രോജക്റ്റിൽ എല്ലാവരും. അതാണ് സത്യാവസ്ഥ. എൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ അപ്കമിങ് പ്രൊജക്ട് എന്ന് പറയുന്ന മൂവിയൊന്നുമല്ല, വേറെ അപ്കമിങ് പ്രൊജക്ട് ഉണ്ട്. മൈ അപ്കമിങ് പ്രൊജക്ട് വിൽ ബി റിലേറ്റഡ് ടു മീ, മൈ സൈക്കോളജി. എൻ്റെ വുമൻ ആൻഡ് ചിൽഡ്രൻ്റെ സെഷൻസ് ഞാൻ യുനോ റീസ്റ്റാർട്ട് ആക്കും വെരി സൂൺ. ഐ വിൽ ബി അനൗൺസിങ് ദ ഡേറ്റ് അനൗൺസ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ബി നൈസ്. മദേഴ്സിനുള്ളത്, ടീനേജേഴ്സിനുള്ളത്, ഏർലി അഡൾട്ട്സ് കുട്ടികൾക്കുള്ളത്, ചെറിയ കുട്ടികൾക്കുള്ളത്, ഗ്രൂപ്പ് സെഷൻസും നമുക്ക് ഗ്രൂപ്പ് തെറപ്പീസും അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ഇറ്റ് ഈസ് പ്യോർലി എൻ്റെ പ്യോർലി you know, this plan is going to work out beautifully.
ഡേ ടു ഡേ ലൈഫിൽ ഡേ ടു ഡേ നമ്മളെ പോലെയുള്ള കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഫാഷൻ സൈക്കോളജി എന്ന് പറയും. ഫാഷൻ സൈക്കോളജി ഈസ് വെരി സിമ്പിൾ. ഫാഷൻ എന്നല്ല അർത്ഥം കേട്ടോ. ഫാഷൻ സൈക്കോളജി ഈസ് ലൈക്ക് നമ്മുടെ ഇറ്റ്സ് ബിൽഡിങ് യുവർ ഇന്നർ കോൺഫിഡൻസ് അലോങ് വിത്ത് യുവർ ഔട്ടർ അപ്പിയറൻസ്. നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും, അത് ഇന്ത്യൻ ആയാലും വെസ്റ്റേൺ ആയാലും ഏത് ഔട്ട്ഫിറ്റ് ഇട്ടാലും നമ്മൾ കംഫർട്ടബിളും നമുക്ക് കറക്റ്റ് ഫിറ്റും അല്ല നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ആണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഡിഫറെൻ്റ് ആണ് in compared to the dress if we wear which we are not comfortable and we need to ഒരു കോംപ്ലെക്സ് ഫീൽ ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂം അല്ലെ ഡ്രസ്സാണ് നമ്മൾ ഇടുന്ന. ഒരു നോർമൽ ഷർട്ട് ആണെങ്കിൽ പോലും ഈവൻ വീക്കെൻഡിൽ പുറത്തിറങ്ങാനോ അല്ലെ പള്ളിയിൽ പോകാനോ എവിടെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇടുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സ് നമുക്ക് ഇഷ്ടമല്ലാത്ത നമുക്ക് ഇടാൻ തരുന്നെങ്കിൽ നമുക്കൊരു ചെറിയൊരു കോൺഫിഡൻസിൽ ഒരു ഹിച്ച് ഉണ്ടാവും. അതേ പക്ഷം നമുക്ക് അടിപൊളിയായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അല്ലെ നമുക്ക് ഇഷ്ടമുള്ള കളർ തരുവാണെങ്കിൽ നമുക്ക് കൂട്ടുകാരോടും പുറത്ത് പോവാണെങ്കിൽ ഒരു മിങ്കിൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതിനെയാണ് ഫാഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. പേര് അങ്ങനെ ഉണ്ടെങ്കിലും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ബിൽഡിങ് യുവർ സെൽഫ് കോൺഫിഡൻസ്, ഇന്നർ സെൽഫ് കോൺഫിഡൻസ് and helping you with your comfort, നിങ്ങളുടെ കംഫർട്ട് ആയിട്ടുള്ള ഔട്ട്ഫിറ്റിന് സെലക്ട് ചെയ്യാം അക്കോർഡിംഗ് ടു യുവർ പേഴ്സണാലിറ്റി. യെസ്, ആൻഡ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വന്നാൽ തന്നെ നമ്മുടെ ലൈഫിലെ പകുതി കാര്യങ്ങൾ സോർട്ടായി. സോ ജീവിതത്തിൽ പ്രൊഫഷനിൽ കുറേ കാര്യങ്ങളുണ്ടാവും, പ്രോബ്ലംസ്. അതിൻ്റെയൊക്കെ ലിസ്റ്റ് എടുത്താൽ എനിക്കൊന്നും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ എം സ്റ്റിൽ ലേണിംഗ് ആൻഡ് ഐ ബി ഗെറ്റിംഗ് കുറേ വർഷങ്ങളെടുക്കും എക്സ്പീരിയൻസ് ആയിട്ട് ആ കാര്യങ്ങളിലേക്ക് വരാൻ. ബട്ട് വാട്ട് ഐ ക്യാൻ help is building on self-centric, self-confident ചെയ്യുക. സെൽഫ് കോൺഫിഡൻ്റ് ആക്കി വിട്ടാൽ എല്ലാം ചെയ്തോളും. ഹലോ എവ്രി വൺ, നസ്വീൻ. ഹലോ എവ്രി വൺ. വീട്ടിലുണ്ട് ഹൈഡിംബ ചേച്ചി. ഐ എം യുവർ ഫാൻ അല്ല, ഐ എം യുവർ ഫാമിലി എന്ന് പറയണം. തിങ്കൾ ചേച്ചി ഇവിടെയാണ്. തിങ്കൾ ചേച്ചി എരുമേലിയിലുണ്ട്, മമ്മിയുടെ അടുത്തുണ്ട്. ഹായ് ചേച്ചി, ഹായ് പറയാമോ? ഹലോ അനിത തോമസ്, ഹൗ ആർ യു? ഐ എം റിയലി ഗുഡ്. ഹായ് ടിങ്കിൾ ചേച്ചി. മോൾസിലൊക്കെ ഫാൻസിനെ കണ്ടപ്പോ എന്ത് തോന്നി? സന്തോഷം തോന്നി. കാരണം അവരൊക്കെ വന്ന് സംസാരിക്കണോ, ഞാൻ ഹായ് പറയോ, അങ്ങനത്തെ ഒരു ഇച്ചിട്ടായി. ചിലരൊക്കെ ഡിംപിൾ ഭാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും. അപ്പൊ ഡിംപിൾ ഭാൽ എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ആ പപ്പയുടെയും കൂടെ പേര് ചേർത്ത് വിളിക്കുമ്പോൾ ഹീസ് ദേർ. ആൻഡ് ഞാൻ വാക്സിനേഷൻ എടുത്തുള്ള ഒരു ധൈര്യത്തിൽ ഞാൻ പറ്റുന്നവരൊക്കെ ഹഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് അമ്മമാര് ഒക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം. കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും, അവർക്ക് വിശ്വാസം ഒന്നുമില്ല. ബിക്കോസ് ഫോർ ദം അവർക്ക് കുറച്ച് സമയം എടുക്കും മനസ്സിലാകാൻ. നമ്മൾ TV കാണുന്ന ആൾ തന്നെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ടാവും. ഒരു റൗണ്ടൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും, ഓ ദിസ് ഇസ് ഡിംപു ചേച്ചി, ആ മുടിയൊക്കെ കണ്ടിട്ട്. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ അവരൊന്ന് റിലാക്സ് ആകും. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഫാൻസിനെക്കാട്ടും എനിക്കിഷ്ടം ഫാമിലി എന്ന് പറയണം. പിന്നെ നിങ്ങളോടൊക്കെ റിക്വസ്റ്റ്, എന്നെ എവിടെ വെച്ച് കണ്ടാലും മാം എന്ന് വിളിക്കരുത്. മാം എന്ന് വിളിച്ചാൽ ഞാൻ വന്ന് നിങ്ങളോട് സംസാരിക്കില്ല. പ്ലീസ് കോൾ മീ. നിങ്ങൾ തന്ന സ്നേഹത്തോടെ തന്ന പേരാണ് ഡിംപു, ഡിംപി, ഇംപു, ഡിംപിൾ ഭാൽ, എന്ത് വേണമെങ്കിലും വിളിച്ചോ. മാം എന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് 100 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നാൽ എന്റെ പേരൊക്കെ മറന്ന് ഞാൻ ഡെമെൻഷ്യ ഇങ്ങനെ നടക്കുമ്പം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാം എന്ന് വിളിക്കാം. കാരണം എനിക്ക് ആ സമയത്ത് എന്റെ പേര് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അതിനുള്ള യോഗ്യത നേടിയിട്ടില്ല, അവിടെ വരെ ഞാൻ എത്തിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം മാം എന്ന പദ്ധതിയിലേക്ക്. സോ പ്ലീസ് എന്നെ ഡിംപു എന്ന് വിളിക്കാം. മാം എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വേറെ ഏതോ സീനിയേഴ്സ് ആരെ വിളിക്കുന്ന പോലെയുണ്ട്, എന്നെയല്ല. ഓക്കെ, I love you. Hi Wonder Woman. Hello. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ 2016 തിങ്കളിനെ കാണാൻ ദുബൈയിൽ പോയപ്പോ അവിടെ നിന്ന് വാങ്ങിച്ചതാ. അത്രയും പഴയതാ. ചായ കുടിച്ചു. ഇന്ന് വൈകുന്നേരം ചായ കുടിച്ചില്ല. ഇന്ന് ഞങ്ങൾ ടയർഡാണ്. ഇനി ഞങ്ങൾക്ക് പാക്കിംഗ് ഒക്കെ തുടങ്ങണം. വി ആർ ഷിഫ്റ്റിംഗ്. ഞങ്ങൾ ഈ വീടിന് ഷിഫ്റ്റ് ആണ്. അപ്പൊ ദയവ് ചെയ്ത് ആരും ഈ അഡ്രസ്സിലേക്ക്, ഓഫീസ് അഡ്രസ്സിലേക്ക് ഇനി ഗിഫ്റ്റ്സ് അയക്കരുത് പ്ലീസ്. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. സോ പ്ലീസ് ഡു നോട്ട് സെൻഡ് എനി ഗിഫ്റ്റ്സ് ഓൺ ദിസ് അഡ്രസ്.
ഇനി പെട്ടെന്ന് പേടിക്കേണ്ട കേട്ടോ, അയ്യോ ചേച്ചി ഞങ്ങൾ ഓൾറെഡി അയച്ചു കഴിഞ്ഞു എന്ന് പേടിക്കരുത്. അത് ഞങ്ങൾ പറഞ്ഞ് വെച്ച് സേഫ്ലി definitely we'll pick it up. Vasudev, happy birthday, Vasudev, happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday. You was my favorite player in Big Boss. Thank you. Vinnintana, hello chechi, bhayangara ishta, please. Home baker, love you. Cure of miracle, Nubi, hi chechi, Kunju. It's me, Pathus, and the right choice, babe. Pinera advance Independence Day. Are you? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ വരും. എന്നാലും താങ്ക് യു ആൻഡ് സെയിം ടു യു. ചേച്ചി സുഖമാണല്ലോ. മമ്മി എവിടെ? മമ്മി എരുമേലിയിലുണ്ട്. അനുപ്രിയ, ലവ് യു. വീട് എപ്പോഴാണ് മാറുന്നത്? ഉടനെ മാറുന്നതായിരിക്കും. പിന്നെ ഹലോ 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 ചേച്ചി ഒരു ഹായ് തരുമോ? ഹായ് തരാലോ. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് നല്ല സുഖമാണ്. ലൈക്ക് യുവർ ഹെയർ. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ജോണത്തൻ. And Subin, Krishnan, Shruti, Shreya, twin buddies, love you so much. Adra, Shifa, and Dilshiz. Ardi, Subhanallah, wishing you craziness, missing your craziness, yes. Missing നമ്മൾ ക്രേസിനെസ് ലൈഫിൽ വെച്ചില്ലെങ്കിലും നമ്മൾ പെട്ടെന്ന് ബോറായി പോകും. വേറെ ആരോടുള്ള നമ്മളോട് തന്നെ. അപ്പൊ അത് വരാതിരിക്കാനാണ് എന്തെങ്കിലും എടുക്ക് ക്രേസിനെസ് ഉണ്ടായിരിക്കുന്നതാണ്. ചേച്ചി കാണാൻ ഓപ്പൺ സിനിമയിലെ ലാസ്റ്റ് വരുന്ന നന്നെ പോലെ ഉണ്ട്. എനിക്കറിയില്ല ഏത് സിനിമയാവണേ. ഓപ്പൺ ഓക്കെ, അതെനിക്കറിയില്ല. 13th ബർത്ത്ഡേ ആണ് എന്റെ. വിഷ് ചെയ്യാമോ? എന്റെ പേര് ഐശ്വര്യ. ഇപ്പോഴേ വിഷ് ചെയ്താൽ എങ്ങനെയാ 13th എന്നെ റിമൈൻഡ് ചെയ്താൽ ഞാൻ വിഷ് ചെയ്യിപ്പിക്കാം. ഹലോ നിരഞ്ജന, ഐ ലവ് യു കാൻഡി. ആദിത്യൻ, നോ റിപ്ലൈ. ആൻഡ് ഹലോ 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 ഹലോ. പിന്നെ നാഗവല്ലി, ഷീ സോ ഹാപ്പി ടുഡേ. ചേച്ചി ലുക്കിംഗ് സോ ക്യൂട്ട്. താങ്ക് യു സോ മച്ച്. ഈ എനർജിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നില്ലേലും പിന്നെ ഞാൻ എന്തിനാ ലൈവ് വരണ? ഞാൻ ഈ വരുന്നത് നിങ്ങളുടെയൊക്കെ മെസ്സേജ് വായിച്ച് ആ എനർജി ഇങ്ങോട്ട് തരാണ്. എൻ്റെ അടുത്തുള്ള എനർജി നിങ്ങളിലേക്ക് തരാണ്. ഇറ്റ്സ് ലൈക്ക് എനർജി സർക്കിൾ ലൈക്ക് ദിസ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഉള്ള പോസിറ്റീവ് എനർജി ഞാൻ എടുക്കും. ഞാൻ എൻ്റെ അടുത്തുള്ള പോസിറ്റീവ് എനർജി എല്ലാം നിങ്ങൾക്ക് തരും. താങ്ക് യു. ലവ് യു ഹെയർ സ്റ്റൈൽ ടിംപു. ഹലോ ബട്ടർഫ്ലൈ. മിസ്ബാ കുട്ടി എവിടെ? ഹായ് ചേച്ചി, ഐ എം യു ബിഗ് ഫാൻ ഗേൾ. ഐ ലവ് യു അമ്മു. 567. നിങ്ങൾ ഇങ്ങനെ പേര് വെച്ചാൽ വായിക്കാൻ ബുദ്ധിമുട്ടാട്ടോ. 56789 _ ഒക്കെ നിങ്ങൾ പേര് പറഞ്ഞിട്ട് ഹലോ പറയാൻ പറഞ്ഞ് എനിക്ക് മൈൻഡ് ആക്കുന്നു. മൈൻഡ് ആക്കി ഞാൻ. ഹലോ ബേബി ഡോൾ. സ്നേഹ, ഇനി എന്നാ ടിവിയിലൊക്കെ കാണാൻ പറ്റാം? ഇനി എന്നാ ടിവിയിലേക്ക് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. വെയിറ്റ് ആൻഡ് വാച്ച്. നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷ വിടരുത്. സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിന്നെ സോഷ്യൽ പേജസിൽ എന്നെ ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീട്ടിലുള്ള എൻ്റെ അമ്മമ്മമാർ, എൻ്റെ ചെറിയ കുട്ടികൾക്ക് അവർക്കൊന്നും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കൊന്നും ഇല്ല. അപ്പം അവരെന്നെ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കും ഇനി എപ്പോഴാണ് ടിവിയിൽ വരുന്നത്? അപ്പോൾ എനിക്ക് ഞാൻ എത്ര ഇതിനകത്തുനിന്ന് മാറി നിൽക്കാൻ ഇങ്ങനെ പ്ലാൻ ഇട്ടിങ്ങനെ ലോക്ക് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഇങ്ങനത്തെയൊക്കെ കുറെ സ്നേഹമുള്ള മനസ്സുകൾ വരുന്നത്. അപ്പൊ ഞാൻ എടുക്ക് വരുന്നതായിരിക്കും. യു ഹാവ് ടു കീപ് വെയിറ്റിംഗ്. ട്രസ്റ്റ് ഏഷ്യാനെറ്റ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏഷ്യാനെറ്റിന്റെ ചെവിയിലെത്തുന്നുണ്ട്. ഐ മിസ് യു. ഞാനും നിങ്ങളൊക്കെ കണക്ട് ആകാൻ പറ്റിയത് ആക്ച്വലി പറഞ്ഞാൽ ഏഷ്യാനെറ്റ് കാരണം അല്ലേ? And yes, it is the fact. എന്തു ആയിക്കോട്ടെ, we got connected because of Asianet, and I'm really thankful, and I'm really thankful for that. And so please keep trusting them. അവർക്ക് കുറെ മെസ്സേജ് അങ്ങോട്ട് ഇടുക ഇല്ല. I think നിങ്ങളുടെ മനസ്സിലുള്ളൊക്കെ അവിടെ ഏഷ്യാനെറ്റിൽ എത്തുന്നുണ്ട്, ചാനലിൽ എത്തുന്നുണ്ട്. ആൻഡ് they are bringing in TV, so you have to keep waiting. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇംപ്രൂവ് ഫാഷൻ ടിപ്സ് ഒക്കെ റീൽസ് ആയി ഇടാമോ? സ്മോൾ ടിപ്സ് ഔട്ട്ഫിറ്റ്സ്. ഓക്കെ, അതാണ് മെയിൻ ഫാഷൻ സൈക്കോളജി. ഓക്കെ, അപ്പം ഞാൻ യൂട്യൂബ് പേജിൽ തന്നെ നമ്മൾ ഓരോ ചെറിയ സെഗ്മെന്റ് ഫസ്റ്റ് വിൽ ടോക്ക് അബൌട്ട് ബോഡി ടൈപ്പ്,
പിന്നെ പിന്നെ ദ സ്കിൻ ടോൺ. അപ്പം എങ്ങനത്തെ ടൈപ്പിൽ എങ്ങനെ നമുക്ക് ഇടാം, ഏത് കളർ നമുക്ക് ചൂസ് ചെയ്യാം, എങ്ങനത്തെ ഷോൾഡറാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ് ഞാൻ എൻ്റെ യൂട്യൂബ് പേജിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ദിസ് ഈസ് കമ്മിങ് അപ്പ്, ജസ്റ്റ് വെയിറ്റ്. കുറച്ച് സമയം ഷിഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് വേണം ഓരോ ഇതും ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കേ, ഹായ് ചേച്ചി, ഹായ് തരാമോ? റിജിഷ സുഖമാണോ? സുഖമാണ്. ഹായ് ചേച്ചി, ഹായ് ഡിംപു, ഹായ് ആദിത്യ, മെറിൻ ഹലോ. ഹായ് ചേച്ചി, ഹായ് ചേച്ചി. ഡിംപു ഹായ് പറയാമോ? വിത്ത് മൈ നെയിം ചേച്ചി പ്ലീസ്. രഞ്ജിക ഹലോ, ഐ ലവ് യു ചേച്ചി. എപ്പോഴാണ്, എവിടെയാണ്? ഞാൻ ഇപ്പോൾ വീട്ടിലുണ്ട്, എറണാകുളത്തുണ്ട്. അപ്പം ഓക്കെ ഫൈൻ. മടുത്തു. ഇന്ന് രാവിലെ മുതൽ ഓരോ വർക്കായിട്ട് ഇങ്ങനെ ഇറങ്ങി. ഞാനും അഖിലും ഭയങ്കര ടയർഡായിട്ട് ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. എന്നാൽ പോലും ഇതുണ്ടോ എന്റെ ഫേസിൽ ഞാൻ ഇത് ഫിൽറ്റർ ഇട്ട് വെച്ചേക്കുവാ. കാരണം പകൽ വെളിച്ചം പോയി, അപ്പം ഇത് എത്ര ബ്ലർ ആയിരിക്കും. നാഗവല്ലി എന്താ പറയുന്നേ? നാഗവല്ലി മാം എന്ന് എന്റെ ടീച്ചറിനെ പോലെ വിളിക്കാറല്ല എന്നാ? മനസ്സിലായില്ല. മാം എന്ന പോലെ എന്റെ ടീച്ചറിനെ വിളിക്കാറല്ല എന്നാ? ഹലോ, ഐ ലവ് യു എന്നാ? ഹലോ 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 ഹലോ, ഐ ലവ് യു ചേച്ചി. എനിക്കറിയാം നിങ്ങൾ സ്നേഹത്തോടെയാണ് വിളിക്കുന്നതെന്ന്. സഹന, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ സഹന, ഐ ലവ് യു. എനിക്കറിയാം നിങ്ങൾ മാം എന്നെ റെസ്പെക്ട് കൊണ്ടാണ് വിളിക്കുന്നത്. പക്ഷെ മാം എന്ന വേർഡിൽ റെസ്പെക്ട് ഇല്ല. അതല്ല കേട്ടോ. അതായത് റെസ്പെക്ട് ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ഡിംപിൾ എന്ന വാക്കിലും റെസ്പെക്ട് ഉണ്ട്, ഡിംപി എന്ന വാക്കിലും, ഡിംപു എന്ന വാക്കിലും, ഇമ്പു എന്ന വാക്കിലും റെസ്പെക്ട് ഉണ്ട്. കാരണം റെസ്പെക്ട് എന്ന് പറയുന്നത് മനസ്സിലാണ്, ഒരു വേർഡിലല്ല. നമ്മൾ ചിലരൊക്കെ കണ്ടില്ലേ, നമുക്ക് മനസ്സുകൊണ്ടും മാം എന്ന് വിളിക്കാൻ തോന്നാറില്ല, എന്നിട്ട് നമ്മൾ മാം എന്ന് വിളിക്കും. അപ്പം അത് യുനോ, അപ്പൊ എന്താ മാം എന്ന് വിളിച്ചാൽ റെസ്പെക്ട് ആകും? ഇല്ലല്ലോ. സോ റെസ്പെക്ട് ഇസ് എ ഫീലിംഗ്. ആ ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ 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 നിറഞ്ഞു കിടക്കുന്നുണ്ട്, എനിക്കറിയാം. സോ ഡിംപു ഇമ്പു. ഓക്കെ, ഹലോ അഭിജേത്. കീർത്തന മനീഷ് എനിക്കൊരു ഹായ് പറയാമോ? ഡിംപു ഹായ് പറയാമോ? ഹലോ ഗായത്രി. ടാറ്റു കാണിക്കാമോ ചേച്ചി? നിങ്ങൾ ടാറ്റു കണ്ടില്ല, അതിനകത്ത് വീഡിയോ ഉണ്ടല്ലോ. സത്യവീർ സിംഗ് ബാൽ പപ്പായുടെ പേരാണ്. യെസ് പപ്പ. ഓക്കെ, ഹായ് ചേച്ചി. റിപ്ലൈ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. നീതു, ഹരിയ, നന്ദൻ, ഗോപിക, മധു ഹലോ. മെർലിൻ, മേരി, കോറ. ഓക്കെ, രജൻ കൃഷ്ണ ഹലോ. നന്ദന. ഓക്കെ, ഇനി എനിക്ക് പോണം. ചേച്ചി നോക്കി. അന്ന അന്ന ഒന്ന് പൊക്കി പറയാമോ? അന്ന ഇത്ര പൊക്കിയാ മതിയോ? Okay, I love you, I love you, I love you. Okay, I love you everyone because you love me. Because I have your beautiful, beautiful heart, and keep loving me, and I love you too. Bye. എവിടെയാണ്? ഹലോ നൂബ, ഹായ് ചേച്ചി. ഡൈ ഹാർഡ് ഫാൻ. ഡൈ ഹാർഡ് ഫാൻ അല്ല, ഡൈ ഹാർഡ് ഫാമിലി. I had to